നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകറ്റാം അകലാം ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ശില്പശാലയും സംഘടനയിലേക്ക് അംഗത്വമെടുത്ത നവാഗതർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആ ഉൽപാദനത്തിന്റെ ആ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കുന്നത് 2664 മെട്രിക് ടൺ വരുന്ന കൊക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2664 കോടി ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന കൊക്കൈനാണ്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്ത് പോലും 130 കോടിയിൽ പരം ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനേക്കാൾ എത്ര ഭീമമായ രീതിയിലുള്ള അളവിലുള്ള ഒരു കൊക്കൈൻ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അപ്പൊ അവിടെയാണ്, ആ രാജ്യത്താണ് ഇതിനെതിരെയുള്ള വാർ ഓൺ ഡ്രഗ്സ് നടത്തുന്ന ഒരു രാജ്യം. അപ്പൊ അത്രത്തോളം ഭീകരമാണ്. വർഷങ്ങളായിട്ട് ഈ മാഫിയകൾ, ലഹരി മാഫിയകൾ തമ്മിലുള്ള യുദ്ധങ്ങളും അവർ തമ്മിലുള്ള കലാപങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. KPPA ജില്ലാ പ്രസിഡന്റ് OV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കൂത്തുപറമ്പ് ACP M കൃഷ്ണൻ മുഖ്യാതിഥിയായി. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി വൈസ് പ്രസിഡന്റ് KC സുഗേഷ് ശില്പശാല നയിച്ചു. KV മുഹമ്മദ് അഷ്റഫ്, KPPA ജില്ലാ സെക്രട്ടറി M ഗോവിന്ദൻ, ട്രഷറർ P രവി, KPOA കണ്ണൂർ സിറ്റി സെക്രട്ടറി K രാജേഷ്, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് T പ്രജീഷ് എന്നിവർ സംസാരിച്ചു. K രാജൻ, K മഹേഷ് കുമാർ, EV രാജേന്ദ്രൻ, KM നാരായണൻ, മേഖലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലയിലെ പ്രധാന സഹപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. രാവിലെ സ്വന്തം സഹോദരനെ ചേർത്ത് പിടിച്ച് ആ സഹോദരന്റെ നെറ്റിയിരുമ്പ കൊടുത്ത് ആ സഹോദരന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആ അഫാൻ 23 വയസ്സുകാരൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആദ്യം ചുറ്റിക എടുത്തടിക്കുന്നത് രാവിലെ ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള സഹോദരന്റെ മുഖത്തേക്കാണ്. എന്തേ നമ്മുടെ നാട്ടിലെ മക്കൾ ഇങ്ങനെയാവുന്നത്? 6 പേരെയാണ് ആ ഉമ്മ പെറ്റുമ്മയെ ചുറ്റികയടിച്ച് ഒരു പ്രയാസവും എടുത്ത് ഒരു പ്രയാസവും ഇല്ലാത്ത മുഖത്ത് നോക്കി അടിക്കാൻ കഴിയുന്നവരായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ മാറുക. സിറ്റി ന്യൂസ് കണ്ണൂർ.